മോക്ക് ടൈം എന്ന എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ചെറുത്തുനിൽപ്പാണ് അഞ്ചുതെങ്ങ് കലാപം. ഈ കലാപത്തിന് പിന്നിൽ വ്യക്തമായ ഒരു സംഘടനയോ അല്ലെങ്കിൽ നേതാക്കളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ കലാപം എളുപ്പം അടിച്ചമർത്താൻ സാധിച്ചു. 1615 ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കേരളത്തിലെത്തുന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര സാധ്യത മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവരുടെ വ്യാപാര ആവശ്യത്തിനായി ഒരു കോട്ട നിർമ്മിക്കാൻ അന്നത്തെ ആറ്റിങ്ങൽ റാണിയായ ഉമേമ റാണിയോട് അനുവാദം ചോദിക്കുന്നു. ആറ്റിങ്ങൽ റാണിയുടെ സമ്മതപ്രകാരം 1690 അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം തുടങ്ങിവെക്കുന്നു. 1695 ആയപ്പോഴേക്കും കോട്ടയുടെ പണി പൂർത്തിയാകുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായ ശേഷം ആറ്റിങ്ങൽ റാണിയെ സ്വാധീനിച്ച് ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക കൈക്കലാക്കുന്നു. മാത്രമല്ല കോട്ടയുടെ സംരക്ഷണാർത്ഥം കോട്ടയ്ക്ക് ചുറ്റുമുള്ള ജനസഞ്ചാരം അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ നിർണ്ണയിക്കുന്ന വിലയ്ക്ക് കുരുമുളക് വ്യാപാരം നടത്താമെന്നുള്ളതും അഞ്ചുതെങ്ങ് കോട്ടയുടെ പരിസരത്തോട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കിയതും ജനങ്ങളിൽ അമർഷം ഉണ്ടാക്കുകയും 1697 ആയപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അഞ്ചുതെങ്ങ് കലാപം എന്നത് 1697 നവംബർ മാസങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ചെറുത്തുനിൽപ്പാണ് അല്ലെങ്കിൽ ആദ്യ കലാപമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈയടക്കിയതും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിച്ചതുമായിരുന്നു കലാപത്തിലേക്കുള്ള കാരണങ്ങൾ. അടുത്ത ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപം ഒരു ആസൂത്രിത കലാപമായിരുന്നു. ആദിത്യവർമ്മയായിരുന്നു അന്ന് വേണാടിൻ്റെ ഭരണാധികാരി. അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. 1721 വാർഷിക സമ്മാനങ്ങളുമായി കോട്ടയുടെ തലവൻ ഗിഫോർഡും 100ഓളം ഇംഗ്ലീഷുകാരും അഞ്ചുതെങ്ങിൽ നിന്ന് ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് എത്തി. അതിനിടെ അവിടെ ഭരണം നടത്തിയിരുന്ന 8 വീട്ടിൽ പിള്ളമാർ അവർ മുഖേന മാത്രമേ രാജ്ഞിക്ക് സമ്മാനങ്ങൾ നൽകാവൂ എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിനെ എതിർത്തു. ബ്രിട്ടീഷുകാർ സമ്മാനങ്ങൾ നൽകി രാജ്ഞിയെ സ്വാധീനിക്കുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. ആളുകൾ സംഘടിതമായി കൊല്ലമ്പുഴയിൽ വെച്ച് കുടുംബൻപിള്ളയുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാരെ ആക്രമിച്ചു. പ്രാദേശികമായ യോദ്ധാക്കളുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർ പതറിപ്പോയി. നേതാവായ ഗിഫോർഡ് ഉൾപ്പെടെ 140ഓളം ബ്രിട്ടീഷുകാർ അന്ന് ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. കലാപത്തിൽ മരിച്ച ബ്രിട്ടീഷുകാരുടെയൊക്കെ ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞത് വാമനപുരം പുഴയിലാണ്. ഇന്ന് ഈ പുഴ അറിയപ്പെടുന്നത് കൊല്ലമ്പുഴ എന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്ന് കലാപം അടിച്ചമർത്തി. കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ എല്ലാ നഷ്ടത്തിൻ്റെയും പരിഹാരം ആറ്റിങ്ങൽ റാണി കാണണമെന്ന വ്യവസ്ഥ വന്നു. അതിൻ പ്രകാരമാണ് 1723 വേണാട് ഉടമ്പടി നിലവിൽ വരുന്നത്. ആ സമയത്തെ വേണാടിലെ രാജാവ് രാമവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയുമാണ്. മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം ഏതാണ്? എ 1615, ബി 1684, സി 1690. ആൻസർ ഓപ്ഷൻ എ ആണ് 1615. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? എ സെൻറ്റ് ജോർജ് കോട്ട, ബി അഞ്ചുതെങ്ങ് കോട്ട, സി മാനുവൽ കോട്ട. ആൻസർ ഓപ്ഷൻ ബി ആണ് അഞ്ചുതെങ്ങ് കോട്ട. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ കോട്ട സെൻറ്റ് ജോർജ് കോട്ടയാണ്. ഇത് മദ്രാസിലാണ്. ഇന്ത്യയിൽ വിദേശികൾ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. ഇത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയതാര്? എ രാമവർമ്മ, ബി ആദിത്യവർമ്മ, സി ആറ്റിങ്ങൽ റാണി. ആൻസർ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം എ 1684, ബി 1690, സി 1695. ആൻസർ ഓപ്ഷൻ സി ആണ് 1695. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എ അഞ്ചുതെങ്ങ് കലാപം, ബി ആറ്റിങ്ങൽ കലാപം, സി കുറിച്യർ ലഹള. ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്രവർഗ അല്ലെങ്കിൽ ഗിരിവർഗ കലാപമാണ് കുറിച്യർ ലഹള. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരുടെ എണ്ണം എത്രയാണ്? എ 140, ബി 160, സി 120.
ആൻസർ ഓപ്ഷൻ എ ആണ് 140. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? എ 1721 ഏപ്രിൽ 15, ബി 1723 ഏപ്രിൽ 15, സി 1697 ഏപ്രിൽ 15. ആൻസർ ഓപ്ഷൻ എ ആണ് 1721 ഏപ്രിൽ 15. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? എ 1698, ബി 1695, സി 1697. ആൻസർ ഓപ്ഷൻ സി ആണ് 1697. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം? എ 1723, ബി 1721, സി 1722. ആൻസർ ഓപ്ഷൻ എ ആണ് 1723. അഞ്ചുതെങ്ങ് കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? എ ആദിത്യവർമ്മ, ബി രവിവർമ്മ, സി രാമവർമ്മ. ആൻസർ ഓപ്ഷൻ ബി ആണ് രവിവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? എ ആദിത്യവർമ്മ, ബി മാർത്താണ്ഡവർമ്മ, സി രാമവർമ്മ. ആൻസർ ഓപ്ഷൻ എ ആണ് ആദിത്യവർമ്മ. അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണം എന്തായിരുന്നു? എ അമിത നികുതി അടിച്ചേൽപ്പിച്ചത്, ബി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈയടക്കിയത്, സി അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുറ്റുമുള്ള നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കിയത്. ആൻസർ ഓപ്ഷൻ ബിയും സിയുമാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈയടക്കിയതും നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കിയതും. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് മേധാവി ആരാണ്? എ അലക്സാണ്ടർ ഓം, ബി മിഡ്ഫോർഡ്, സി ഗിഫോർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഗിഫോർഡ്. വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മയ്ക്കൊപ്പം ഒപ്പുവെച്ച ബ്രിട്ടീഷ് മേധാവി ആരാണ്? എ അലക്സാണ്ടർ ഓം, ബി മിഡ്ഫോർഡ്, സി ഡിലനോയ്. ആൻസർ ഓപ്ഷൻ എ ആണ് അലക്സാണ്ടർ ഓം. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? എ മാവേലിക്കരയുടെ രാജകുമാരൻ, ബി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, സി വേണാടിൻ്റെ രാജകുമാരൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ.